പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് CPIക്കുണ്ടായിരുന്ന പിണക്കം തീരുന്നതായി വിവരം. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സഭാ സമ്മേളനം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് CPI പ്രതിനിധി അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ശ്രീജിത്ത്, CPIക്കാർ ഓക്കെ ആയോ? CPIക്കാർ ഏതാണ്ട് ഓക്കെയായി വരുന്നതിന്റെ ആദ്യ സൂചനകളാണ് പുറത്തു വരുന്നത്. CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് വലിയ പിണക്കത്തിലായിരുന്നു. LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. പാർട്ടി യോഗം പങ്കെടുക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് ആ യോഗം ഇതുവരെയും നടന്നിട്ടില്ല. സംയുക്തമായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അതിൽ നിന്ന് മാറി. എന്നാൽ ഇത് അടിയന്തര പ്രമേയ നോട്ടീസും അവതരിപ്പിക്കാൻ CPI തയ്യാറായിരുന്നില്ല. നേരത്തെ നയപ്രഖ്യാപന ചർച്ച നടക്കുന്ന നന്ദിപ്രമേയ ചർച്ച നടക്കുന്ന ഘട്ടത്തിലൊക്കെ CPIക്ക് നീക്കിവെച്ച ദിവസങ്ങൾ അവർ തയ്യാറാകാത്തതുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നതിന് കഴിഞ്ഞിരുന്നില്ല പ്രതിപക്ഷത്തിന്. അപ്പോൾ അതൊക്കെ ആ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. എന്തായാലും അത്തരം പിണക്കങ്ങൾ തീരുന്നു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാറി നിന്ന CPI സഭാപ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുന്ന സൂചനയാണ് പുറത്തു വരുന്നത്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശൂന്യവേളയിൽ പ്രതിപക്ഷത്തിൽ നിന്ന് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. CPIയുടെ പ്രതിനിധിയും ചേർത്തല MLAയുമായ P പ്രസാദാണ് റൂൾ 50 പ്രകാരമുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ CPI പ്രതിനിധികൾ ഈ ചർച്ചകൾ, ഈ അടിയന്തര പ്രമേയ അടക്കമുള്ള വിഷയങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു, പിണക്കം തീരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് വിട്ടുകൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവർ എതിർക്കുന്നത്. എന്തായാലും അതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന CPI പതിയെ വഴങ്ങുകയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.